നമുക്ക് ഇതേപോലെ ഒരു കോട്ടൻ്റെ ഒരു കഷ്ണം തുണി എടുക്കാം. അതിനകത്ത് ഞാൻ കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളും വേണ്ട, കുറച്ച് മാത്രം മതി. അപ്പോൾ കുറച്ച് കാപ്പിപ്പൊടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫുൾ തൈലമാണ്. കണ്ടോ, ഇതിൽ നിന്ന് ഒരു 2-3 ഡ്രോപ്പ് ഒന്ന് ഇറ്റിച്ച് കൊടുക്കാം. അത്രയും മാത്രം മതി കേട്ടോ. നല്ലൊരു മണമാണ്, പ്രത്യേകിച്ച് കാപ്പിപ്പൊടിയും കൂടെ ആകുമ്പോഴത്തേനും. ഇനി അതിനകത്തോട്ട് കുറച്ച് പഞ്ഞി വേണം നമുക്ക്. ഇതേപോലത്തെ നമ്മുടെ കയ്യിലുള്ള പഴയ പഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ പുൽത്തൈലം അതിനകത്തോട്ടൊന്ന് തുള്ളിച്ച് കൊടുക്കാം. അപ്പോൾ കാപ്പിപ്പൊടി വേണമെങ്കിൽ ഒരു സ്വല്പം കൂടെ നമുക്ക് എടുക്കാം കേട്ടോ. പുൽത്തൈലം ഇറ്റിച്ച് കൊടുക്കാം. അപ്പോൾ 2-3 തുള്ളി മതിയാവും കേട്ടോ. കിഴികെട്ടി വയ്ക്കുമ്പോഴത്തേനും പല്ലി, പാറ്റ, ഈച്ച, ചെറിയ ഈച്ച ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ശല്യം ഒന്നും ഇല്ലാതാവും. എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തോട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. അതേപോലെ ജനലിലാണെങ്കിൽ നമുക്ക് തൂക്കിയിട്ട് കൊടുക്കാം. കാരണം നമ്മൾ മീനും ഇറച്ചിയൊക്കെ പൊരിക്കുമ്പോഴത്തേക്ക് ഒരു ബാഡ് സ്മെല്ല് ഉണ്ടല്ലോ, അത് ഒഴിവാക്കി കിട്ടും, നല്ലൊരു മണം കിട്ടും. ഗ്ലാസ് അടുപ്പിൻ്റെയൊക്കെ തൊട്ട് അടുത്തായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കി കേട്ടോ. നമ്മൾ കിച്ചോടിനകത്തൊക്കെ ഗ്ലാസ്സൊക്കെ വെക്കുന്ന ഭാഗത്തൊക്കെ പല്ലിശല്യം ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മണം നല്ല കുറേ ദിവസം നിൽക്കും കേട്ടോ. അലമാരയിൽ നമ്മൾ തുണിയൊക്കെ മടക്കി വെക്കുന്നതിൻ്റെ ആ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ പുറത്ത് വയ്ക്കുമ്പോഴത്തേനും കണ്ണീച്ചയൊക്കെ വരാറുണ്ടല്ലോ, അപ്പോൾ അത് ഒഴിവാകാനായിട്ട് ഇതേപോലെ ആ കിഴി നമുക്ക് ഫ്രൂട്ട്സിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ണീച്ച ശല്യം, അതേപോലെ പല്ലിപ്പാറ്റ ശല്യം ഒന്നും തന്നെ ആ ഭാഗത്തോട്ട് വരത്തില്ല, നല്ലൊരു മണമായിരിക്കും അവിടെ. അതേപോലെ തന്നെ അടുത്ത ടിപ്പ്, നമുക്ക് കുറച്ച് വിനാഗിരി എടുക്കാം. അപ്പോൾ തോനെ വെള്ളമാകരുത്, കാരണം ആ വിനാഗിരിയുടെ ഒരു എഫക്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ വിനാഗിരിയുടെ അതേ അളവിൽ തന്നെ വെള്ളം എടുക്കുക. ഞാൻ തൊണ്ട് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ടവൽ വെച്ചിട്ട് നമുക്ക് കണ്ണീച്ച വരുന്ന ഭാഗത്ത്, ഈച്ച വരുന്ന, പല്ലി, പാറ്റയൊക്കെ വരുന്ന ഭാഗത്തെല്ലാം ഇത് വെച്ചൊന്ന് തുടച്ച് കൊടുക്കട്ടെ ഈ ഒരു തുണി. ഇതിനകത്തോടെ ഇനി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഇത് 2-3 തുള്ളിയാണ്. നമ്മൾ ഫുൾത്തൈലം 2-3 തുള്ളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണമായിരിക്കും വിനാഗിരിയും അതേപോലെ ഫുൾത്തൈലും കൂടെ ചേരുമ്പം. അപ്പം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് നമ്മുടെ ഒരു ഭാഗത്തും ഈച്ചയും പ്രാണികളൊന്നും തന്നെ വരത്തില്ല. അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് കിച്ചൺ സീവിലൊക്കെ സിങ്കിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തുനിന്ന് വരുന്ന പാറ്റാക്കുഞ്ഞുങ്ങളുടെയൊക്കെ ശല്യം ഒഴിവാക്കിയിട്ടും. അതേപോലെ ഇത് വെച്ചിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നിടത്തും അതേപോലെ കിച്ചണിലെ ടൈലും ഗ്യാസ് അടുപ്പും എല്ലാം ഈ ഒരു വെള്ളം വെച്ചിട്ട് തുടച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണം നമ്മുടെ കിച്ചണിൽ ഉണ്ടാകും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ രാത്രിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ തുടച്ച് തൂക്കി ഇട്ട് ഈ ഒരു വെള്ളം വെച്ചിട്ട് തുടച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും, നല്ലൊരു മണമായിരിക്കും കിച്ചണിൽ കയറുമ്പം തന്നെ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക. ഇതുകൊണ്ടൊക്കെ നമ്മുടെ പാറ്റാപ്പല്ലി ശല്യമൊക്കെ ഒഴിവാക്കിയിട്ടും വെറുതെ കെമിക്കൽ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് സ്പ്രേ ചെയ്യുന്നതിനേക്കാളും നമുക്ക് വീട്ടിൽ ധൈര്യമായിട്ട് വീട്ടിലെ നിസ്സാര സാധനം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സൂപ്പർ ഐഡിയ ആണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇനി ബാക്കി ഇതേപോലെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കിച്ചണിൽ ഇതേപോലെ വെച്ചിരുന്നാൽ മതി. ആ ഒരു സ്മെല്ല് അവിടെ നിന്നിട്ട് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ആ ഒരു സ്മെല്ല് അവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. അതേപോലെ നമ്മുടെ ബാത്റൂമിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ കുറച്ച് വിനാഗിരിയും പുൽത്തൈലവും വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഉള്ള മിക്സ് നമുക്ക് ബാത്റൂമിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാം.